എവിടാ താമസിക്കുന്നത്? Where do you live? ഹോസ്റ്റലില്. In the hostel. ഇവിടെ നോക്കിയേ, എവിടാ താമസിക്കുന്നത്, അതായത് നിങ്ങൾ എവിടാ താമസിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ വരും? വെയർ ഡു യു ലിവ്. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. ഇനിയും നമ്മൾ എവിടാ താമസിക്കുന്നത്? വെയർ ഡു വി ലിവ്. വി എന്ന് വെച്ചാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. അവരെവിടാ താമസിക്കുന്നത്? വെയർ ഡു ദേ ലിവ്. അവൻ എവിടാ താമസിക്കുന്നത്? വെയർ ഡസ് ഹി ലിവ്. ഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം. ഇവിടെ നമ്മൾ ഡസ് ഉപയോഗിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലറിൻ്റെ കൂടെ ഡസ്സും പ്ലൂറലിൻ്റെ കൂടെ ഡൂവുമാണ് വരുന്നത്. അവൻ എന്ന് പറയുന്നത് ഒരാളായതുകൊണ്ട് നമ്മൾ ഡസ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി യു എന്ന് പറയുന്നത് ഒരാളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും കുറേ പേരെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും നമ്മൾ ഡു തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐ, വി, യു, ദേ ഇതിൻ്റെയൊക്കെ കൂടെ ഡൂവും ഹി, ഷീ ഏതെങ്കിലും വ്യക്തിയുടെ പേര്, ഇറ്റ് ഇതിൻ്റെയൊക്കെ കൂടെ ഡസ്സുമാണ് വരുന്നത്. ഇനി അടുത്തത്, അവൾ എവിടെയാണ് താമസിക്കുന്നത്? വെയർ ഡസ് ഷീ ലിവ്. നിന്റെ മോൻ എവിടെയാണ് താമസിക്കുന്നത്? വെർ ഡസ് യുവർ സൺ ലിവ്. ഇവിടെ യുവർ സൺ എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ യുവിൻ്റെ കൂടെയുള്ള ഡു എടുത്ത് ഉപയോഗിക്കരുത്. യുവർ സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ മോന്, അതായത് അവൻ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഹീയുടെ കൂടെ നമ്മൾ ഡസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഡസ്സാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിൻ്റെ മോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കും? വെർ ഡസ് യുവർ ഡോട്ടർ ലിവ്. നിൻ്റെ ടീച്ചർ എവിടെയാണ് താമസിക്കുന്നത്? വെർ ഡസ് യുവർ ടീച്ചർ ലിവ്. ഇനി നമുക്ക് ഈ വെയർ ഡു യു ലിവ് എന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നോക്കാം. ഞാൻ താമസിക്കുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഐ ലിവ്. അപ്പോൾ നീ താമസിക്കുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷോ? യു ലിവ്. അവൾ താമസിക്കുന്നു എന്നതോ? ഷീ ലിവ്സ്. അതായത് ഇവിടെ ലിവിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് ലിവ് എന്നും ലിവ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് ലിവ് എന്നുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് യു ലിവ് എന്നുള്ളതിന് യു ഡു ലിവ് എന്നെഴുതാം. ഷീ ലിവ്സ് എന്നുള്ളതിന് ഷീ ഡസ് ലിവ് എന്നും എഴുതാം. ഇവിടെ നോക്കിയേ, യു ഡു ലിവ് നിങ്ങൾ താമസിക്കുന്നു. ഇതിന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കണമെങ്കിൽ ഡു എടുത്ത് യുവിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കണം. ഡു യു ലിവ് നിങ്ങൾ താമസിക്കുന്നോ. ഇനി ഈ ഡു യു ലിവിൻ്റെ ഫ്രണ്ടിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ടുള്ള വാട്ട്, വിച്ച്, വെയർ, ഹൗ, വൈ ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലറി വെർബാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഒരു ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്നൊക്കെ. അങ്ങനെയൊക്കെ പഠിച്ച് നമ്മളിത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നമ്മൾ സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. യു ലിവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് യു ഡു ലിവ് എന്നാക്കി. ഡു എടുത്ത് യുവിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു. ഡു യു ലിവ് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഇട്ട് കൊടുക്കുന്നു. ഫസ്റ്റ് നമുക്ക് ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഇട്ട് കൊടുക്കാം. ഹൗ ഡു യു ലിവ്. നിങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത്? അവൻ്റെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത്? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹൗ ഡു യു ലിവ് വിത്ത് ഹിം. ഹൗ ഡു യു ലിവ് വിത്ത് ഹിം. ഇനി നമുക്ക് വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഇട്ട് കൊടുക്കാം. വൈ ഡു യു ലിവ്. നിങ്ങൾ എന്തിനാ താമസിക്കുന്നത്? അവൻ്റെ കൂടെ നിങ്ങൾ എന്തിനാ താമസിക്കുന്നത്? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വൈ ഡു യു ലിവ് വിത്ത് ഹിം. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡായിട്ടുള്ള വേർ ഇട്ട് കൊടുക്കാം. വേർ ഡു യു ലിവ്. ഈ സീനിൽ മമ്മൂട്ടി ശോഭനയുടെ അടുത്ത് എന്താണ് ചോദിക്കുന്നത്? എവിടാ താമസിക്കുന്നത്? വേർ ഡു യു ലിവ്. ഇപ്പോൾ മലയാളത്തിൽ നിങ്ങളെന്ന് പറഞ്ഞിട്ടില്ല, എവിടാ താമസിക്കുന്നതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മളത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ വേർ ഡു കഴിഞ്ഞിട്ട് ഏത് വ്യക്തിയാണോ എന്നുള്ളത് അതവിടെ ചേർത്തിരിക്കണം. വേർ ഡു യു ലിവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെയാണ് അവൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് ഷീ ലിവ് എന്ന ക്വസ്റ്റ്യനും വരുന്നത്. ഷീ ഡസ് ലിവ്. അവൾ താമസിക്കുന്നു. ഡസ് ലിവ് എങ്ങനെ കിട്ടിയത്? ഷീയുടെ കൂടെ ലിവ്സ് ആണ് വരുന്നത്. ലിവ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് ലിവ് എന്ന് കിട്ടും.
ഇനി ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഡസ് എടുത്ത് ഷീയുടെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കണം. ഡസ് ഷീ ലിവ്? അവൾ താമസിക്കുന്നോ അല്ലെങ്കിൽ താമസിക്കാറുണ്ടോ? ഇനി ഡസ് ഷീ ലിവിൻ്റെ ഫ്രണ്ടിൽ വേണം ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഇട്ട് കൊടുക്കാൻ. ഹൗ ഡസ് ഷീ ലിവ്? അവൾ എങ്ങനെയാ താമസിക്കുന്നത്? വൈ ഡസ് ഷീ ലിവ്? അവൾ എന്തിനാ താമസിക്കുന്നത്? വേർ ഡസ് ഷീ ലിവ്? അവൾ എവിടാ താമസിക്കുന്നത്? മനസ്സിലായല്ലോ? ലിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ഇനി വൈകി വരിക എന്നുള്ള രീതിയിൽ നമ്മൾ താമസിക്കുക എന്ന് പറയും. അതിനെന്താ ഇംഗ്ലീഷ്? ലേറ്റ്. അപ്പോൾ നമ്മൾ കുറേ സെൻറ്റൻസും കുറേ ക്വസ്റ്റ്യൻസും പഠിച്ചു. ഇവിടെ എല്ലാം ലിവ് മാറ്റിയിട്ട് മറ്റ് വെർബുകൾ ഇട്ട് കൊടുക്കുക. ഗോ, കം, ആസ്ക്, സ്റ്റഡി, ടീച്ച്. പിന്നെ കാലത്തെ ഈ പള്ളി വന്നത്? Then why did you come to this church in the morning? പിന്നെ കാലത്തെ ഈ പള്ളിയിൽ വന്നത്, അതായത് പിന്നെ കാലത്തെ ഈ പള്ളിയിൽ വന്നത് എന്തിനാ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആര്? നിങ്ങൾ. നിങ്ങൾ എന്തിനാ വന്നത്? അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? വൈ ഡിഡ് യു കം? എവിടേക്കാ? ടു ദിസ് ചർച്ച്, ഈ പള്ളിയിൽ അല്ലെങ്കിൽ ഈ പള്ളിയിലേക്ക്. ദിസ് ചർച്ച്, ഈ പള്ളിയിൽ. ടു ദിസ് ചർച്ച്, ഈ പള്ളിയിൽ അല്ലെങ്കിൽ ഈ പള്ളിയിലേക്ക്. എപ്പോഴാ? കാലത്ത്, അതായത് രാവിലെ, ഇൻ ദ മോർണിംഗ്. പിന്നെ എന്നുള്ള രീതിയിൽ ദെൻ. പിന്നെ കാലത്തെ ഈ പള്ളിയിൽ വന്നത് എന്തിനാ? ദെൻ വൈ ഡിഡ് യു കം ടു ദിസ് ചർച്ച് ഇൻ ദ മോർണിംഗ്? അപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ എന്തിനാ വന്നത്? വൈ ഡിഡ് യു കം? നമ്മൾ എന്തിനാ വന്നത്? വൈ ഡിഡ് വി കം? അവരെന്തിനാ വന്നത്? വൈ ഡിഡ് ദേ കം? അവൻ എന്തിനാ വന്നത്? വൈ ഡിഡ് ഹി കം? അവൾ എന്തിനാ വന്നത്? വൈ ഡിഡ് ഷീ കം? ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ ഡിഡ് ആണ് വന്നിരിക്കുന്നത്, അതായത് ഇത് കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ നേരത്തെ നിങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വേർ ഡു യു ലിവ്, അവിടെ പ്ലൂറലിൻ്റെ കൂടെ ഡൂവും സിംഗുലറിൻ്റെ കൂടെ ഡസ്സുമായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഡൂവിൻ്റെയും ഡസ്സിൻ്റെയും പാസ്റ്റ് ഡിഡാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഇവിടെ ഡിഡാണ് വന്നിരിക്കുന്നത്. നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചാലും അവൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ്? ഡിഡാണ്. വൈ ഡിഡ് യു കം? വൈ ഡിഡ് ഷീ കം? ഇനി വൈ ഡിഡ് യു കം എന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നോക്കിയാലോ. ഞാൻ വന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ് ഐ കെയിം എന്നാണ്. കമ്മിൻ്റെ പാസ്റ്റാണ് കെയിം. അപ്പോൾ നീ വന്നു എന്നതിൻ്റെ ഇംഗ്ലീഷോ യു കെയിം. കെയിമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് കം എന്നാണ് വരുന്നത്. ഡിഡ് പ്ലസ് കം. ഇനി അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഡിഡ് എടുത്ത് യുവിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കണം. ഡിഡ് യു കം? നീ വന്നോ? ഇനി ഡിഡ് യു കമ്മിൻ്റെ ഫ്രണ്ടിൽ വേണം ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഇട്ട് കൊടുക്കാൻ. വൈ ഡിഡ് യു കം? നീ എന്തിനാ വന്നത്? ഹൗ ഡിഡ് യു കം? നീ എങ്ങനെയാ വന്നത്? അതുപോലെ തന്നെ ഡിഡ് ഷീ കമ്മിൻ്റെ ഫ്രണ്ടിലും ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഇട്ട് കൊടുക്കാം. ഡിഡ് ഹി കമ്മിൻ്റെ ഫ്രണ്ടിലും ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഇട്ട് കൊടുത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചോദിച്ചത് കേട്ടില്ലേ? Didn't you hear what I asked? ചോദിച്ചത് കേട്ടില്ലേ? അതായത് ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഡിഡിൻറ്റ് യു ഹിയർ? ഞാൻ ചോദിച്ചത് വാട്ട് ഐ ആസ്ക്ഡ്. ഗ്രാമർ അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ വാട്ട് ഐ ഹാവ് ആസ്ക്ഡ് എന്ന് വേണം പറയാൻ. കാരണം തൊട്ട് മുന്നേ കഴിഞ്ഞ പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ വേണം പറയേണ്ടത്. അതായത് ഞാൻ ഇപ്പോൾ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? വാട്ട് ഐ ഹാവ് ആസ്ക്ഡ് ആണ് ശരിക്കും വരേണ്ടത്. പക്ഷേ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ വാട്ട് ഐ ആസ്ക്ഡ് അത്രേ പറഞ്ഞാലും മതി. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഡിൻറ്റ് യു ഹിയർ മീ എന്ന് പറഞ്ഞാലും മതി. ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഡിഡിൻറ്റ് യു ഹിയർ മീ. ഇനി റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കിയേ. ഡിഡ് യു ഹിയർ? നിങ്ങൾ കേട്ടോ. ഡിഡിൻറ്റ് യു ഹിയർ? നിങ്ങൾ കേട്ടില്ലേ. ഇനി ഡിഡ് യു ഹിയറിൻ്റെ ഫ്രണ്ടിൽ ക്വസ്റ്റ്യൻ വേർഡ് ഇട്ട് കൊടുത്താലോ. വൈ ഡിഡ് യു ഹിയർ? നിങ്ങൾ എന്തിനാ കേട്ടത്? വൈ ഡിഡിൻറ്റ് യു ഹിയർ? നിങ്ങൾ എന്തുകൊണ്ടാണ് കേൾക്കാഞ്ഞത്? ഇവിടെ നമുക്ക് ഹിയർ മാറ്റിയിട്ട് ഗോ വെച്ച് പറഞ്ഞു നോക്കിയാലോ. ഡിഡ് യു ഗോ? നിങ്ങൾ പോയോ. ഡിഡിൻറ്റ് യു ഗോ? നിങ്ങൾ പോയില്ലേ. വൈ ഡിഡ് യു ഗോ? നിങ്ങൾ എന്തിനാ പോയത്. വൈ ഡിഡിൻറ്റ് യു ഗോ? നിങ്ങൾ എന്തുകൊണ്ടാണ് പോകാഞ്ഞത്. ആദ്യത്തെ ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചു വന്നാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് പറഞ്ഞു. Someone said that if we go there on the first day and pray, we would get first class. ആദ്യത്തെ ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചു വന്നാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് പറഞ്ഞു.
ഇവിടെ ആരാ പറഞ്ഞതെന്ന് പറയുന്നില്ല. ആരോ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് someone said എന്ന് എഴുതാം. അല്ലെങ്കിൽ they said എന്ന് വേണമെങ്കിലും എഴുതാം. ആദ്യത്തെ ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചു വന്നാൽ ഇവിടെ 2 പ്രവൃത്തിയാണ്. ഒന്ന്, ആദ്യത്തെ ദിവസം അവിടെ പോവുക. രണ്ടാമത്തേത് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഈ 2 പ്രവൃത്തികളെയും ആൻഡ് വെച്ചിട്ട് പറയാം. ആദ്യത്തെ ദിവസം അവിടെ പോവുക, go there on the first day. പ്രാർത്ഥിക്കുക, pray. go there on the first day and pray. ഇവിടെ പ്രാർത്ഥിച്ചു വന്നാൽ എന്നാണ് പറയുന്നത്. അതായത് എങ്കിൽ, വരികയാണെങ്കിൽ. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ if ഇട്ട് കൊടുക്കുക. if we go there on the first day and pray. ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന്. we would get first class. ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും. we will get first class. ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന്. we would get first class. ഇവിടെ നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. അപ്പോൾ വില്ല് വുഡായിട്ട് മാറും. വിൽ ഗെറ്റ് കിട്ടും, വുഡ് ഗെറ്റ് കിട്ടുമെന്ന്. വിൽ ഗോ പോകും, വുഡ് ഗോ പോകുമെന്ന്. വിൽ കം വരും, വുഡ് കം വരുമെന്ന്. അതായത് ഒരു പ്രവൃത്തി ചെയ്യുമെന്ന്, വുഡ്. റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴാണ് വുഡിൻ്റെ അർത്ഥം ചെയ്യുമെന്ന് എന്ന് വരുന്നത്. അല്ലെങ്കിൽ ചെയ്യും, ചെയ്യുമായിരിക്കും, ചെയ്തേനെ എന്നൊക്കെ വരും. ആരോടെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ട് അഭിപ്രായം ചോദിക്കുമ്പം അവർക്ക് പറയാം, ഐ വുഡ് സേ, ഞാൻ പറയും, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും, ഞാൻ പറയുമായിരിക്കും. ഓക്കെ. അതുപോലെ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമായിരുന്നു, സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നതിനും നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഞാൻ എന്നും ജിമ്മിൽ പോകുമായിരുന്നു, ഐ വുഡ് ഗോ ടു ജിം ഡെയിലി. അതുപോലെ നടക്കാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് പറയാൻ അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ, ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് A+ കിട്ടിയേനെ. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഗെറ്റ് A+. ഇവിടെ കിട്ടിയേനെ, അതായത് ചെയ്തേനെ എന്ന അർത്ഥത്തിലാണ് വുഡ് വരുന്നത്. ഇനി ഇത് തന്നെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് A+ കിട്ടിയിട്ടുണ്ടായിരുന്നേനെ. അതിൻ്റെ ഇംഗ്ലീഷും ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് ഗോട്ട് A+. ഇത് രണ്ടും തമ്മിൽ നമുക്ക് വലിയ വ്യത്യാസമായിട്ട് തോന്നത്തില്ലെങ്കിൽ പോലും ഇഫിൻ്റെ സെക്ഷനിൽ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വുഡിൻ്റെ കൂടെ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. അതായത് സ്റ്റഡീൻ്റെ V3 എന്താണ്? സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഗെറ്റിൻ്റെ V3 എന്താണ്? ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. ഐ വുഡ് ഹാവ് ഗോട്ട് A+. അപ്പോൾ വുഡ് മനസ്സിലായല്ലോ. ചെയ്യുമെന്ന്, ചെയ്യുമായിരുന്നു, ചെയ്തേനെ. ഓക്കെ. ആര് പറഞ്ഞു? Who said? സീനിയേഴ്സ്. ആര് പറഞ്ഞു? ഹൂ സെഡ്. ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്. സെഡ് പറഞ്ഞു. സേ പറയുക, സെഡ് പറഞ്ഞു. ഇത് തന്നെ നമുക്ക് ഹു ടോൾഡ് യു എന്നും പറയാം. ടോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു. ടെല്ല് പറയുക, അതിൻ്റെ പാസ്റ്റാണ് ടോൾഡ്. പക്ഷേ ഈ സെഡും ടോൾഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് സെഡ് എന്ന് മാത്രം പറയാം. പക്ഷെ ടോൾഡ് പറയുമ്പം അത് ആരോടാണ് പറഞ്ഞെന്നുള്ളത് എഴുതണം. നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കണമെങ്കിൽ ഹു ടോൾഡ് യു. അവളോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കണമെങ്കിൽ ഹു ടോൾഡ് ഹെർ. അതായത് നമ്മൾ ഹു ടോൾഡ് എന്ന് മാത്രമായിട്ട് പറയത്തില്ല. ആര് പറഞ്ഞു? ഹു സെഡ്. ആര് ചോദിച്ചു? ഹു ആസ്ക്ഡ്. ആര് വന്നു? ഹു കെയിം. ആര് പോയി? ഹു വെൻറ്റ്. മനസ്സിലായല്ലോ?